മുആദ് റളിയല്ലാഹു അൻഹു ഹബീബായ നബിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കച്ചവടക്കാരെ സംബന്ധിച്ച കച്ചവടക്കാർ ഭയങ്കര സംഭവമാണ്. യഅലം അന്ന ഔനല്ലാഹി മഅ സ്വാലിഹി തുജ്ജാർ. പുണ്യ നബിയുടെ ഹദീസാണ്. സഫ്വാൻ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു ഹബീബിൽ നിന്ന് കേട്ടത്. യഅലം അറിയണേ സഫ്വാനെ അന്ന ഔനല്ലാഹ് അല്ലാഹുവിൻ്റെ സഹായം വരുന്നത് മഅ സ്വാലിഹി തുജ്ജാർ സജ്ജനങ്ങളായ നല്ല മനുഷ്യരായ കച്ചവടക്കാരിലൂടെയാണ്. സ്വാലിഹീങ്ങളുടെ കഥയെ നമ്മൾ പറഞ്ഞു പോരുന്നത്. സജ്ജനങ്ങളായ കച്ചവടക്കാർ, സ്വാലിഹീങ്ങളായ കച്ചവടക്കാർ അവരുണ്ടെങ്കിൽ ആ നാട്ടിൽ അല്ലാഹുവിൻ്റെ സഹായമുണ്ടാകും. ആരായി സജ്ജനങ്ങളായ കച്ചവടക്കാർ? ഇന്ന തുയബൽ കസ്ബി കസ്ബു തുജ്ജാർ. ഹബീബായ നബി ഞങ്ങൾ പറയുന്ന ഹദീസ് മഹാനായ ഇമാം ഇബ്നു അബി ഹാത്തിം എന്നവരുടെ ഇലലിൽ ഉദ്ധരിക്കുന്നു. ഇന്ന തുയബൽ കസ്ബി ഏറ്റവും നല്ല അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് കസ്ബു തുജ്ജാർ കച്ചവടം ചെയ്ത് കച്ചവടക്കാരുണ്ടാക്കുന്ന പൈസയാണ്. എങ്ങനത്തെ കച്ചവടക്കാർ? അല്ലദീന ഇദാ ഹദ്ദസൂ ലം യക്ദിബൂ. സ്ഥലക്കച്ചവടക്കാരുണ്ടാവും, ബ്രോക്കർമാരോട് ഇരിക്കുന്നുണ്ടാവും, ചെറിയ റീറ്റെയിൽ കച്ചവടക്കാരുണ്ടാവും, ഹോൾസെയിലുകാരുണ്ടാവും, ഗൾഫിലുള്ളവരുണ്ടാവും, പലയിടങ്ങളിലുള്ളവരുണ്ടാകും. എല്ലാവരും ഒന്ന് കേൾക്കണേ. നമ്മുടെ നബി നമ്മളോട് പറയാ സല്ലല്ലാഹു. ഹബീബിന് നമ്മളോട് സംസാരിക്കാനുണ്ട്. അതായി പറഞ്ഞിരുന്നത്. ഇന്നാ തുയബൽ കസ്ബി നിങ്ങളുടെ അധ്വാനങ്ങളിൽ ഏറ്റവും നല്ല അധ്വാനം കസ്ബു തുജ്ജാർ നിങ്ങളിലെ കച്ചവടക്കാരുടെ അവരുടെ സമ്പാദ്യങ്ങളാണ്. എങ്ങനത്തവർ? അല്ലദീന ഇദാ ഹദ്ദസൂ ലം യക്ദിബൂ അവർ സംസാരിക്കുമ്പോൾ നുണ പറയില്ല. വഇദാ വഅദൂ ലം യുഖ്ലിഫൂ അവർ കരാറ് ചെയ്താൽ ആ കരാറ് പൊളിക്കുകയില്ല. വഇദാ തുമിനൂ ലം യഖൂനൂ അവരെ വിശ്വസിച്ച് വല്ലതും ഏൽപ്പിച്ചാൽ അവർ വഞ്ചന ചെയ്യൂല. വഇദശ്തറൂ ലം യദുമ്മൂ അവരെന്തെങ്കിലും നിങ്ങളെന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അവർ കുറ്റം പറയൂല. വഇദാ ബഅൂ ലം യംദഹൂ നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ അതിനവർ പുകഴ്ത്തി പറയുകയും ഇല്ല. എങ്ങനെയെന്നറിയോ? ഒരു പഴയ ബൈക്ക് കൊണ്ടുപോയി വിൽക്കാൻ കൊണ്ടുപോയിക്കണം. അപ്പം എന്താ പറയുക? ഇതിപ്പോൾ ആരും എടുക്കില്ല, നിനക്ക് വേണമെങ്കിൽ അവിടെ വെച്ച് പോയിക്കോ, നാളെ നിങ്ങൾ ആളെ വിടുക, ഈ മോഡൽ സാധനം കിട്ടാണ്ടോ. അല്ല, അത് തീരെ കിട്ടാനില്ല, ഒരു സാധനം ഇവിടെ എത്തിക്കണം, അതിന് ഇത്ര എനിക്ക് വില കിട്ടണമെന്ന് പറയും. നിങ്ങൾക്ക് തന്നതിൻ്റെ 10 ഇരട്ടിക്ക് വിൽക്കുവർ. വാങ്ങിക്കുമ്പോൾ എന്താ പറയുക? അതിന് ആളില്ല, ഗോളേരില്ല, ചിലവാകില്ല. അതാണ് നബി തങ്ങൾ പറയുന്നത്. വഇദശ്തറൂ ലം യദുമ്മൂ അവരിങ്ങോട്ട് വാങ്ങിക്കുമ്പോൾ, അപ്പോൾ പഴയ സാധനം വാങ്ങി പുതിയത് കൊടുക്കൂലേ, അല്ലെങ്കിൽ കാര്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യൂലേ, അവരെന്തെങ്കിലും നിങ്ങളെന്ന് സ്വീകരിക്കുമ്പോൾ ലം യദുമ്മൂ അവർ കുറ്റം പറയൂല. ഉള്ളതിനെ ഉള്ളതുപോലെ പറയാ. അങ്ങനെ ചെയ്താൽ പോരെ? അപ്പം അങ്ങ് പറയും ഇതിന് തീരെ മാർക്കറ്റില്ല, ഇത് പറ്റി പാർട്സ് കിട്ടാനില്ല. എവിടെ? എല്ലായിടത്തും കിട്ടാനുള്ളതായിരിക്കും. എന്നാലും പറയും അങ്ങനെ, ഇതിപ്പോൾ ആർക്കും വേണ്ട. പിന്നെ ഒരു വെറുതെ നിനക്ക് വീട്ടിൽ സ്ഥലമില്ലെങ്കിൽ ഇവിടെ വെച്ച് പോയിക്കോ, ഞാൻ വിറ്റോളാന്ന് പറയും. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് വിൽക്കാൻ ചെന്നാലോ ആ കൊടുത്തവരൊക്കെ ഒരിക്കലും തിരിച്ചു കിട്ടൂല, പിന്നെ 2 ഇരട്ടി കൊടുക്കേണ്ടി വരും. വഇദാ ബഅൂ ലം യംദഹൂ അവർ വിൽക്കുകയാണെങ്കിൽ അവർ അമിതമായി പുകഴ്ത്തി പറയുകയും ഇല്ല. ഉള്ളത് പറഞ്ഞാൽ മതി. അതാണ് നബി ഞങ്ങൾ പഠിപ്പിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ കുറ്റം പറയും, കൊടുക്കുകയാണെങ്കിൽ നന്നായി പുകഴ്ത്തി പറയും ചെയ്യും. അങ്ങനത്തവരല്ല. വാക്കുകൾ പറയുമ്പോൾ നുണ പറയുന്നവരല്ല, കരാറ് ചെയ്താൽ അത് പൊളിക്കുന്നവരല്ല, വിശ്വസിച്ചേൽപ്പിച്ചാൽ അത് വഞ്ചിക്കുന്നവരുമല്ല. ഫഇദാ കാന അലൈഹിം ലം യംതുലൂ അവരിൽ നിന്ന് ഇങ്ങോട്ട് കാശ് കിട്ടാനുണ്ടെങ്കിൽ അവർ തരാ എന്ന് പറഞ്ഞവർ നീട്ടിക്കൊണ്ടുപോകില്ല. കാശുണ്ടായിട്ട് തരാതിരിക്കുന്ന പണി അവർ ചെയ്യൂല. വഇദാ കാന ലഹും ലം യുഅസ്സിറൂ അവർക്ക് കിട്ടേണ്ട പൈസയാണെങ്കിൽ അത് വാങ്ങിക്കാൻ അവർ ബുദ്ധിമുട്ടാക്കുകയുമില്ല. ചില ആളുകൾ കച്ചവടം നടന്നു കഴിഞ്ഞു, പക്ഷേ അതിനുശേഷം പരാജയത്തിലായിരിക്കും. അപ്പോൾ കുറച്ച് സാവകാശം ചോദിക്കും. ആ സാവകാശം കൊടുക്കാതെ എനിക്കിപ്പോൾ വേണം, അല്ലെങ്കിൽ പോയി കേസെടുക്കും. പീഡിപ്പിക്കുന്നവർ, ഭീഷണിപ്പെടുത്തുന്നവർ അങ്ങനെയുമല്ല സത്യസന്ധരായ കച്ചവടക്കാർ. ഇഅലം അന്ന ഔനല്ലാഹി മഅ സ്വാലിഹി തുജ്ജാർ അറിയണേ സഫ്വാൻ ഇബ്നു ഉമയ്യ അല്ലാഹുവിൻ്റെ സഹായം സ്വാലിഹീങ്ങളായ കച്ചവടക്കാരുടെ കൂടെയുണ്ട്. നല്ല കച്ചവടക്കാർ. അങ്ങനത്തെ കച്ചവടം ചെയ്യാൻ കച്ചവടക്കാർക്ക് സാധിക്കട്ടെ. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നുണയായ നുണ പറഞ്ഞിട്ട കച്ചവടങ്ങളും അധിക കൂറും നടക്കുന്നത് എന്ന് പറയുമ്പോൾ വേദനയുണ്ടെങ്കിലും പറയാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒക്കെ അങ്ങനെ നുണ പറയാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.
ലാ യബീഊന അലാ ബൈഇ മുസ്ലിമിൻ. കച്ചവടത്തിൻ്റെ ചില നിയമങ്ങളാണ്. ഒരു മുസ്ലിമായ മനുഷ്യനൊരു കച്ചവടം പറഞ്ഞ് ഉറപ്പിച്ചു വെച്ചാൽ പിന്നെ ഞാൻ 10 റുപ്യ ഏറെ തരാമെന്ന് അതിൻ്റെ മീതെ കച്ചവടം ചെയ്യാൻ പാടുള്ളതല്ല. കച്ചവടം ഉറപ്പിച്ചു പോയതാണ്. കല്യാണം അങ്ങനെയാണ്. ഒരു ചെറുക്കനോട് കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിൻ്റെ മേൽ പിന്നെ ഒരാൾ ഖിത്ബത്ത് നടത്തരുത്, വിവാഹ ആലോചന നടത്തരുത്. എനിക്ക് കെട്ടിച്ചരോ എന്ന് പറയരുത്. എന്തേ? അതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതന്നെ, അത് മാനസിക വേദനകൾ ഉണ്ടാക്കും. ഒരു കച്ചവടം ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറെ തരാം എന്ന് പറഞ്ഞ് ബൈഉൻ അലാ ബൈ, ചെയ്ത കച്ചവടത്തിൻ്റെ മീതെ കച്ചവടം ചെയ്യാൻ പാടില്ല. അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അർറജുലു സ്വാലിഹു യഅതി ബിൽ ഖബരി സ്വാലിഹ്, നല്ല മനുഷ്യർ നല്ല വാർത്തകളാണ് കൊണ്ടുവരിക. വറജുലു സൂഉ യഅതി ബിൽ ഖബരി സൂ, ചീത്ത മനുഷ്യർ എപ്പോഴും ചീത്ത വാക്കുകളായിരിക്കും കൊണ്ടുവരിക, ചീത്ത വർത്തമാനങ്ങൾ, നെഗറ്റിവിറ്റി. അതായത് പറഞ്ഞിരുന്നത് സ്വാലിഹീങ്ങൾ എപ്പോഴും പോസിറ്റീവായിരിക്കും. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുണ്ട്, എപ്പോഴാണെങ്കിലും ഉറക്കം തൂക്കിയിട്ടാണ്. അവൻ ചോദിക്കുക ഇന്നത്തെ അവസ്ഥ എങ്ങനെയുണ്ട്? ഒരു അറബി നാട്ടുകാരനാണ്. താഴ്ബാൻ, എന്നും താഴ്ബാനും എന്നും നഴ്സാനും, എപ്പോഴും ഉറക്കവും ക്ഷീണം തന്നെ. രാത്രി ഉറങ്ങൂല, ഫുട്ബോൾ കണ്ടിരിക്കല പരിപാടി. പിന്നെ എങ്ങനെ സ്കൂളിൽ നിന്നാൽ പഠിപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ എപ്പോഴും കാണും. ഞാൻ പറയും, പൊന്നു ചങ്ങാതി, ഒരു ദിവസമെങ്കിലും ഈ താഴ്ബാനല്ല, ഞാൻ ഭയങ്കര ഉന്മേഷം ഉണ്ടെന്ന് പറയും. കേൾക്കുക, നമുക്കെങ്കിലും ഒരു ഉന്മേഷം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 2-3 ആളുകൾ രാവിലെ ചെന്നാലൊരു ചായ കുടിച്ചിരിക്കുന്നൊരു സമയമുണ്ട്. അപ്പോൾ താഴ്ബാൻ. ചില ആളുകൾ അങ്ങനെയാണ്, എപ്പോഴും നെഗറ്റീവ് എനർജി തരുള്ളൂ. നേരെ മറിച്ച് ഇന്ന് അൽഹംദുലില്ലാ പുറത്ത് കണ്ടോ, എന്ത് വെളിച്ചല്ലേ, ആകാശത്തിന് എന്ത് തെളിമ, ഇന്ന് ചെറിയ ചാറ്റൽ മഴയുണ്ട്, എന്ത് തണുപ്പല്ലേ, ഇന്ന് എന്ത് സുഖം, എന്ത് ചൂടായിരുന്നു, ഇന്ന് നല്ല മാറ്റമുണ്ടല്ലേ, കാലാവസ്ഥ ഉഷാറായല്ലോ എന്ന് പറഞ്ഞു കേൾക്കല്ലേ നമുക്ക് സന്തോഷം നൽകുന്നത്. നേരെ മറിച്ച് മഴക്കാറ് കണ്ടിട്ടേ എന്തോ ഒരു സങ്കടം പോലെ, ഈ ചൂടൊക്കെ അനുഭവിച്ച് നിൽക്കുമ്പോൾ മഴ പെയ്യല്ലേ വേണ്ടത്. അപ്പോൾ ഒരു ശുഭ വാർത്ത നൽകേണ്ടതിന് പകരം ഒരു നെഗറ്റീവ്. ചില ആൾക്കാർ എന്തിലും അങ്ങനെയാണ്. ഒരു ഗ്ലാസ് 1/2 ഗ്ലാസ് വെള്ളം ഉണ്ടായാൽ അങ്ങനെയല്ലേ പറയാ, അതിൽ 1/2 ഗ്ലാസ് കാലിയാട്ടാ. നല്ല മനുഷ്യരെന്ത് പറയും? 1/2 ഗ്ലാസ് വെള്ളമുണ്ട്. അല്ലാത്ത എന്ത് പറയും? 1/2 ഗ്ലാസ് കാലില്ലേ, പകുതിയല്ലേ തന്നിട്ടുള്ളൂ. വീട്ടുകാർക്ക് അതിഥികളായി വരുന്നവർക്ക് ചായ കൊടുത്താൽ കംപ്ലൈൻറ്റ് വരും. ചിലപ്പോൾ ചെറിയ ഗ്ലാസ്സിലാണ് തന്നത്, ആ ഗ്ലാസ്സിൽ തന്നെ പകുതി തന്നിട്ടുള്ളൂ, ഇതൊന്നും വലിയ മുന്തിയ മുതലല്ല, എത്ര കുടിച്ചാൽ തന്നെ മതി എന്ന് ചിന്തിച്ചാൽ മതി. പക്ഷേ ആ കാര്യത്തിലൊരു നെഗറ്റിവിറ്റി കണ്ടെത്തും, അതിലൊരു കുഴപ്പം കണ്ടെത്തും. ഇത് മനുഷ്യരിൽ ചില ആളുകളുടെ രജുലുസൂ, മോശപ്പെട്ടവരുടെ അടയാളമാണ്. അത് ചെയ്യരുത് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി. ഏതിലും പോസിറ്റിവിറ്റി കാണണം. ഒരു ഭക്ഷണം ഉണ്ടെന്ന് വിചാരിക്കുക, ഈ പെണ്ണുങ്ങളൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതെന്നറിയോ? നമുക്ക് പോയിട്ട് വിളമ്പി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ഭക്ഷണം കഴിച്ച് എണീറ്റ് പോരാൻ പറ്റും. അപ്പോൾ അതിൽ എന്തെങ്കിലും ചിലപ്പോൾ ഒരു മുള്ളു കുടുങ്ങിയിട്ടുണ്ടാവും, എന്തെങ്കിലും ചെറിയ ഒരു കമ്പ് കുടുങ്ങിയിട്ടുണ്ടാവും. അപ്പോഴേക്ക് നമ്മൾ ദേഷ്യം, അവർ എത്രയെല്ലാം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇത് കഴുകണം, അതിൻ്റെയൊക്കെ കുട്ടികൾ അവിടെ വൃത്തികേടാക്കിയിട്ടുണ്ടാവും, അവരൊന്ന് കൊണ്ടുപോയി കുളിപ്പിക്കണം, അപ്പോഴേക്ക് സ്കൂളിൽ നിന്ന് ബസ് വരാനായി, ഇതിനിടയ്ക്ക് കുറേ ഫോൺ കോളുകൾ വരുന്നു, ഇതിനിടയ്ക്ക് പല ആളുകളെ സ്വീകരിക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ടായി ഭക്ഷണം ഉണ്ടാക്കുന്നത്. അതിലെന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ അള്ളാഹുവിനെ വിചാരിച്ച് അതിലെ പോസിറ്റീവുകളൊക്കെ പറഞ്ഞുകൊടുത്ത് പിന്നെ പറയാം, പിന്നെ ശ്രദ്ധിക്കണേ, അതിൽ ഇങ്ങനെ വിഷയം ഉണ്ടായിരുന്നിട്ടാ, ബാക്കിയൊക്കെ ശരിയായിരുന്നു, ബാക്കിയൊക്കെ റാഹത്താ, നല്ല ടേസ്റ്റ് ആയിരുന്നു, അതായിരുന്നു ഇതായിരുന്നു ഒക്കെ പറയാം. ആദ്യമേ നെഗറ്റീവ് പറയാം. ചില ആളുകൾ മുഖത്തടിച്ച് പറയും. ചില ആളുകൾ, എൻ്റെ സ്വഭാവം അങ്ങനെയാണ്, അടിയന്തരമായിട്ട് നിർത്തിയേ പറ്റുമത്. ആ സ്വഭാവം തിരുത്താനാണ് ഈ ഹദീസൊക്കെ പറഞ്ഞിരുന്നത്. എൻ്റെ സ്വഭാവം അങ്ങനെയെന്ന് പറയരുത്, ആ സ്വഭാവം തിരുത്തണം. മുഅ്മിനീങ്ങളായ ആളുകളോട് ഹസ്സിനു അഖ്ലാഖക്കും, നിങ്ങളുടെ സ്വഭാവം നന്നാക്കണമെന്ന് നബി തങ്ങൾ പറയാൻ കാരണം സ്വഭാവങ്ങൾ നന്നാക്കാൻ പറ്റുന്നത് കൊണ്ടാണ്. ഹദീസ് പണ്ഡിതന്മാർ പറയാ, അല്ലെങ്കിൽ അങ്ങനെ പറയില്ലല്ലോ. ശറഅല്ലേ ഇത്, ദീനിൻ്റെ ഒരു നിയമം മനുഷ്യരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് ചെയ്യാൻ പറയില്ല. അപ്പോൾ ചില എടുത്തുചാട്ടക്കാർ, മൂക്കത്ത് ശുണ്ഠിയുള്ളവർ, പെട്ടെന്ന് എടുത്തുചാടുന്നവർ, ആ സ്വഭാവങ്ങൾ അടിയന്തരമായി മാറ്റണം. അത് സജ്ജനങ്ങളുടെ സ്വഭാവമല്ല. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബശ്ശിറൂ വലാ തുനഫിറൂ, സജ്ജനങ്ങളുടെ മാർഗത്തിലേക്ക് കടക്കണമെങ്കിൽ ഹബീബ് പഠിപ്പിച്ചു തരുന്ന ചില നിർദ്ദേശങ്ങൾ. ബശ്ശിറൂ വലാ തുനഫിറൂ, നിങ്ങൾ ജനങ്ങൾക്ക് സന്തോഷം നൽകണമേ, വെറുപ്പിക്കരുതേ. വലാ തുനഫിറൂ, വെറുപ്പിക്കരുത്. ഈ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ വെറുപ്പിക്കാൻ നിന്നാൽ എല്ലാവരും ഗെറ്റ് ഔട്ട് അടിച്ച് പോകും അല്ലേ? വെറുപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയാം, അല്ലെങ്കിൽ വെറുപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ആ തരത്തിൽ പെരുമാറുക, അത്തരത്തിലുള്ള മറുപടി കൊടുക്കുക. ഒരാൾ ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ തന്നെ നമുക്ക് തോന്നില്ല. സംഭവം അവിടെ ഒരു ഡിജിറ്റൽ നൃത്തം അവിടെ നിൽക്കണുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. ലെഫ്റ്റ് അടിച്ച് പോരും മനുഷ്യന്മാർ. എന്തേ? സഹിക്കാൻ പറ്റണില്ല.
മനുഷ്യർക്കിടയിൽ തന്നെ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ബശ്ശിറൂ വലാ തുനഫിറൂ, നിങ്ങൾ സന്തോഷം നൽകണമേ. സന്തോഷം, ഒരു കാര്യം പറയുമ്പോൾ ഈ കേൾക്കുന്ന ആൾക്ക് സന്തോഷം ഉണ്ടാവോ ഇല്ലേ? പറയുന്ന ആൾക്ക് ചിലപ്പോൾ സന്തോഷമായിരിക്കും ഒരാളെ വെറുപ്പിക്കുന്നത്, പക്ഷെ കേൾക്കുന്ന ആൾക്ക് സന്തോഷമുണ്ടോ ഇല്ലേ? ഇതാണ് മുഅ്മിനീങ്ങൾ നോക്കേണ്ടത്. ബശ്ശിറൂ വലാ തുനഫിറൂ, നിങ്ങൾ എന്ത് ചെയ്ത് വെറുപ്പിക്കരുത്, വെറുപ്പുളവാക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത്. വയസ്സിറൂ വലാ തുഅസ്സിറൂ, നിങ്ങൾ എളുപ്പമാക്കി കൊടുക്കണേ. വലാ തുഅസ്സിറൂ, ബുദ്ധിമുട്ടാക്കരുത്, ജനങ്ങളെ ബുദ്ധിമുട്ടാക്കരുത് എന്ന് പറഞ്ഞാൽ നിർത്തണം. നിർത്തന്നെയാണ്, സമയം 12 കഴിഞ്ഞു. യസ്സിറൂ വലാ തുഅസ്സിറൂ, നിങ്ങൾ എളുപ്പമാക്കണേ, ജനങ്ങൾക്ക് പ്രയാസമാക്കരുത്. പ്രയാസമാവണ്ട. എന്തായാലും ഞാൻ നിർത്തുകയാണ്. ഉമ്മ ലൈവ് കേൾക്കുന്നുണ്ടാവും. ഉമ്മ പറയും പിന്നെ എന്തിനാ നീട്ടിക്കൊണ്ടേന്ന് ചോദിക്കും. അപ്പോൾ സമയമായി കഴിഞ്ഞാൽ പിന്നെ നിർത്തിക്കൂടെ എന്ന് ചോദിക്കും. അപ്പോൾ യസ്സിറൂ വലാ തുഅസ്സിറൂ ബശ്ശിറൂ വലാ തുനഫിറൂ. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽആഖിറഹ വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. സത്യവിശ്വാസികൾക്കിടയിൽ നല്ലതല്ലാത്ത മോശപ്പെട്ട വാർത്തകൾ പ്രചരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, ഖുർആൻ പറയാം, ജനങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുന്നത്, മനസ്സിനെ വേദനിപ്പിക്കുന്നത്, നാണക്കേടുണ്ടാക്കുന്നത്, അത്തരം ന്യൂസുകൾ സെലക്ട് ചെയ്ത് കണ്ടുപിടിച്ച് പോസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഏതോ ഒരുത്തൻ ഖുർആനെ അവമതിക്കുന്ന ഒരു വീഡിയോ കണ്ടു. അവന് ഭ്രാന്താണ്. എന്ത് ചെയ്യും? ഭ്രാന്ത് പിടിച്ചിട്ട് അവനെന്തോ അബ്നോർമലാണ്. നമ്മളിങ്ങനെ ഫോർവേഡ് ചെയ്യുക. ഇത് പിശാച് ഉദ്ദേശിക്കുന്ന പണി തന്നെ അതാണ്. അള്ളാഹുവിൻ്റെ കലാമിന് അതിന് തക്കതായ ശിക്ഷ അള്ളാഹു കൊടുക്കും, ഒരു സംശയമില്ല. അവന് ബോധത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ കലാമാണത്. പക്ഷേ നമ്മളുണ്ടല്ലോ ഈ ഗ്രൂപ്പിൽ നിന്ന് ഗ്രൂപ്പൊക്കെ തട്ടിക്കൊടുക്കുന്നത്. അള്ളാഹുവിൻ്റെ ദീനിനെയോ നിബിധങ്ങളെയോ ഇസ്ലാമിൻ്റെ ഷിആറുകളെയോ അപമാനിക്കുന്ന ഒരു സംഗതി ആരെങ്കിലും പോസ്റ്റ് ചെയ്താൽ അവരാഗ്രഹിക്കുന്ന എന്താ? ഇതെല്ലാവരുടെ കയ്യിലും എത്തണം എന്നാണ്, മുസ്ലിങ്ങൾ കാണണം. നമ്മളാണ് ആ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട്. എന്ത് കാര്യം? ആ കിട്ടുന്ന മുറക്ക് തന്നെ ബിന്നിലേക്ക്, വേസ്റ്റ് ബിന്നിലേക്ക് തട്ടുക എന്നല്ലാണ്ട് ഡിലീറ്റ്, ഡസ്റ്റ്ബിന്നിൽ നിന്ന് വരെ ഡിലീറ്റ് ചെയ്യണം. അതൊക്കെ നമ്മളതിന് പകരം ഫോർവേഡ് ചെയ്യും. പിശാച് ഉദ്ദേശിക്കുന്നത് അതാണ്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ ഫില്ലദീന ആമനൂ, സത്യവിശ്വാസികളായ ആളുകൾക്കിടയിൽ മോശപ്പെട്ട വാർത്തകൾ പ്രചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ. പ്രചരിപ്പിക്കുന്നവരെ പറ്റില്ല പറഞ്ഞു. ആഗ്രഹിക്കുന്നവർക്ക് ശിക്ഷ ഇങ്ങനെയാണ്. അപ്പോൾ പ്രചരിപ്പിക്കുന്നവർക്ക് എന്തായിരിക്കും? അങ്ങനെ പ്രചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽആഖിറഹ, ഈ ലോകത്തും നാളെ പരലോകത്തും വേദനാജനകമായ ശിക്ഷയുണ്ട്. അല്ലാഹ് പറഞ്ഞു കഴിഞ്ഞു. ഇനി കാണേണ്ട അവസ്ഥയുള്ളൂ, കാണേണ്ടത് കാത്തിരുന്നാൽ മതി. ഫിദ്ദുനിയാ വൽആഖിറഹ അദാബുൻ അലീം, വേദനയുള്ള ശിക്ഷ. ചിലപ്പോൾ അല്ലാഹു അദാബുൻ അദീം, ഭയാനകമായ ശിക്ഷ. പല രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കും. അതിനൊക്കെ അവിടെ അർത്ഥങ്ങൾ വ്യത്യാസമാണ്. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അതാരാണ് എന്ന് അള്ളാഹ്ക്കറിയാം, നിങ്ങൾക്കറിയൂല. അയാളുടെ ഐഡിയ എന്താ? നിങ്ങളുടെ ഏത് നാഷണാലിറ്റിക്കാരനാ? എവിടുന്നാ ഇത് ചെയ്തത്? ആരായി വീഡിയോ എടുത്തത്? ആരാണിത് കൊണ്ടുപോയി കൊടുത്തത്? എന്തിനാളിത് ചെയ്തു? ഇതൊക്കെ വല്ലാഹു യഅലം, അള്ളാഹുവിനറിയാം. വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കത് അറിയില്ല, പക്ഷെ അള്ളാഹുവിനതറിയാം. പടച്ചതമ്പുരാൻ അത് പിടിക്കും. അങ്ങനെ മോശപ്പെട്ടത് പ്രചരിപ്പിക്കരുത്. അത് സജ്ജനങ്ങളുടെ സ്വഭാവമല്ല. മുഅ്മിനീങ്ങൾക്ക് വേദന ഉണ്ടാവില്ലേ? വിഷമുണ്ടാവുന്ന കാര്യങ്ങളാണ്. അത്തരം വിഷയങ്ങൾ എന്ത് ചെയ്യരുത്? നമ്മൾ ഏറ്റെടുക്കരുത്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഉലൈക മുബറഊന മിമ്മാ യഖൂലൂൻ, അത്തരം വിഷയങ്ങളിൽ സംഭവിക്കരുത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പുണ്യനബി തങ്ങളുടെ ഒരു ദുആ കൂടെ, അല്ലാഹുമ്മ ജഅൽനി മിനല്ലദീന ഇദാ അസാഉ ഇസ്തഗ്ഫറു വഇദാ അഹ്സനു ഇസ്തബ്ശറു. അല്ലാഹുവേ, നീ എന്നെ ചില ആളുകളുടെ കൂട്ടത്തിലേക്ക് ചേർക്കണം. അവരെന്താ ചെയ്യുക? ഇദാ അസാഉ ഇസ്തഗ്ഫറു, അവരിൽ നിന്നൊരു തിന്മ സംഭവിച്ചു പോയാൽ അവർ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കും. വഇദാ അഹ്സനു ഇസ്തബ്ശറു, അവരൊരു നന്മ ചെയ്താൽ അവർ സന്തോഷിക്കും. നന്മ ചെയ്യുമ്പോൾ സന്തോഷിക്കുക. തിന്മ സംഭവിച്ചു പോയാൽ മനസ്സുകൊണ്ട് വേദനിക്കുക, അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുക. ആ ഒരു ക്വാളിറ്റി സജ്ജനങ്ങളുടേതാണ്. മൻ സാഅതുഹു സയ്യിഅതുഹു വഹസനതുഹു ഹസനാതു, മൻ സാഅതുഹു
സറത്തുഹു ഹസനാതുഹു വസാഅതുഹു സയ്യിആതുഹു ഫദാലികൽ മുഅ്മിൻ. നമ്മൾ ചെയ്യുന്ന നന്മ കൊണ്ട് നമുക്ക് സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന തിന്മ കൊണ്ട് നമുക്ക് വേദന തോന്നുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ അങ്ങനെയാണ്, ചില തെറ്റുകൾ സംഭവിച്ചു പോകും. ചെറുപ്പക്കാരാണ്, ചെറുപ്പക്കാരികളാണ്, ആണുങ്ങളാണ്, വിദ്യാർത്ഥിനികളാണ്, തെറ്റുകൾ സംഭവിച്ചു പോകുന്നു. പക്ഷേ അതിൽ ഖേദം വേണം, സങ്കടം വേണം. നമ്മുടെ തെറ്റുകളിൽ ദുഃഖിക്കുന്നതും സങ്കടപ്പെട്ട് മനസ്സ് വേദനിക്കുന്നതും അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുന്നതും, നന്മ ചെയ്തു കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നതും ഈമാനിൻ്റെ അടയാളമാണ്. അത്തരം ആളുകളിൽ അള്ളാഹുവേ നീ എന്നെ ഉൾപ്പെടുത്തി തരയണമേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം